ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആൾക്കാരിൽ ആദ്യമായിട്ടുള്ളത് 2003 തൊട്ടിട്ട് മീഡിയയിൽ പ്രവർത്തിക്കുകയും 2011 തൊട്ട് വിഷ്വൽ മീഡിയയിലായിട്ടുള്ള ചാനലിലേക്ക് വരുന്നതും ചെയ്തിട്ടുള്ള മാധ്യമവും മീഡിയ വണ്ണിലും വർക്ക് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ജേർണലിസ്റ്റ് ഇൻ കേരള മിസ്റ്റർ അജിംസ്. വെൽക്കം സർ. അതുപോലെ തന്നെ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര വർദ്ധിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു തരംഗമായി മാറുകയും അതുപോലെ തന്നെ തൻ്റെ നിലപാടുകളെ വളരെ ശക്തമായി പറയുകയും അതിലൊരു മടിയും കൂടാതെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി വ്ളോഗ്സ്. കഞ്ചാവ് എന്ന വലിയൊരു നാമത്തിന്, അപകീർത്തിപ്പെടുത്തുന്ന ഒരു നാമത്തിന് വലിയൊരു അർത്ഥം കൊടുക്കുകയും ഒരു കൂട്ടായ്മയുടെ വേരുറപ്പിക്കുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരികയും തൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്ത ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ നോവലിസ്റ്റ്. ഗുജറാത്ത് ഓർമ്മകൾ എൻ്റെ ഉറക്കം കെടുത്തുന്നു എന്നുള്ള പല നോവലുകളും എഴുതിയ, അതുപോലെ തന്നെ എജ്യൂടെക്കിന്റെ ഡയറക്ടറും കൂടി ആയിട്ടുള്ള മിസ്റ്റർ ലിജീഷ് കുമാർ. വെൽക്കം സർ. സോ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇത്രയും ഒഫീഷ്യലായി സംസാരിക്കണമില്ലല്ലോ അല്ലേ. സോ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷ്വൽ മീഡിയ, പാഷൻ ഇൻ വിഷ്വൽ മീഡിയയിൽ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ വിഷ്വൽ മീഡിയ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അതിന്റെ അത്ര വളരാൻ നമുക്ക് ആർക്കും സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. സോ കമ്പാഷൻ ഇൻ വിഷ്വൽ മീഡിയ എന്ന് വരുമ്പോൾ വെർച്വൽ മീഡിയ എന്ന് വരുമ്പോൾ വെർച്വൽ മീഡിയയിൽ നമുക്കറിയാം, ഇപ്പം ഡീപ് ഫേസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡെപ്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടൊരു പ്രയോഗം ഉണ്ടായിരുന്നു, അമ്മയെ രണ്ടിനും രണ്ട് മുഖങ്ങൾ എന്നുള്ള കാര്യം തന്നെയാണ്. സോ എൻ്റെ ഒരു ആശ്ചര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കി. ഈ കമ്പാഷൻ എന്ന് പറയുന്നത് ഗൂഗിളിൽ ഇപ്പൊ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സെർച്ച് റിസൾട്ടും കൂടി നമുക്ക് എക്സ്ട്രാ ആയിട്ട്. സോ അതിന്റെ പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഗൂഗിളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കമ്പാഷന്റെ ഡെഫിനിഷൻ ഞാൻ വായിക്കാം, എത്രത്തോളം നിങ്ങൾക്ക് അത് കണക്ട് ആവും എന്നുള്ളത് നോക്കുക. കമ്പാഷൻ ഈസ് എ ഫീലിംഗ് ഓഫ് സിമ്പതി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പിറ്റി ഫോർ സംവൺ ഹു ഈസ് സഫറിംഗ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഗൂഗിൾ തന്നെ ഒരു മറുപടി. സോ ഞാൻ എൻ്റെ ചർച്ചയിലേക്ക് ആദ്യമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, കമ്പാഷൻ എന്ന വാക്ക് വളരെയധികം സബ്ജക്റ്റീവ് ആയിട്ടുള്ള വാക്കാണ്. ഓരോ വ്യക്തിക്കും അതിന് അവരുടേതായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. സോ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഒരു കമ്പാഷന് വെർച്വൽ മീഡിയയിൽ എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് അജിം സാറിന്റെ അഭിപ്രായം. നമസ്കാരം. ഈ കമ്പാഷന്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ, എനിക്കതിലൊരു വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ട ഒരു കാര്യമാണ്, വ്യക്തിനിഷ്ഠമാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ നമ്മുടെ ഭരണഘടന നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെടുന്നത് ഒന്ന് ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അങ്ങനെയല്ല എന്ന്. അതുകൊണ്ടാണല്ലോ നമ്മളോട് കൂടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഈക്വൽ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത് തന്നെ. ഈക്വൽ അല്ല എന്ന് നമുക്ക് അറിയാം. പക്ഷേ ആ ഇനീക്വാലിറ്റി എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് ഭരണഘടന എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ടാണ് ഈ കമ്പാഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് അല്ലാത്ത ഒരു കാര്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഈ ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അപരനോടുള്ള നമ്മുടെ ബഹുമാനം, നമ്മുടെ റെസ്പെക്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ ഈ രാജ്യത്തെ ഒരു പൗരനാണ്, ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, നിർബന്ധമായി റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ആളാണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോഴായിരിക്കണം ഈ കമ്പാഷൻ ഉണ്ടാവേണ്ടത്. നമ്മൾ എമ്പതിയും കമ്പാഷനും ഒരേ അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കാറ്, അല്ലേ? വേറൊരാളുടെ ഒരു ദുരിതത്തിൽ, ഒരു കഷ്ടപ്പാടിൽ നമുക്ക് തോന്നുന്ന സഹാനുഭൂതി, അതിനാണ് നമ്മൾ എമ്പതി എന്നും കമ്പാഷനും അതേ വാക്കായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ കമ്പാഷൻ കുറെ കൂടി പ്രൊആക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. എമ്പതിയേക്കാൾ കമ്പാഷൻ എന്ന വാക്ക് കുറെ കൂടി പ്രൊആക്റ്റീവ് ആണ്. അപ്പോൾ അവിടെ ഒരാളിരുന്ന് കരയുമ്പോൾ എനിക്ക് അയാളുടെ ദുഃഖത്തിൽ താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നത് ഇതെന്റെ എമ്പതി ആയിരിക്കും. ബട്ട് ഞാൻ അയാളെ പോയിട്ട് അയാളുടെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അത് എന്റെ ഇമോഷൻ കമ്പാഷൻ ആവുക എന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഈ കമ്പാഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിനിഷ്ഠമാണ്, ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന തോന്നലാണ് എനിക്കുള്ളത്. കമ്പാഷൻ നമ്മുടെ മേൽ ഭരണഘടന ചുമത്തുന്ന ഒരു ബാധ്യതയാണ്.
ആ ബാധ്യത ഉണ്ടാവുന്നത് ഇക്വാലിറ്റിയിൽ നിന്നാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇക്വാലിറ്റിയിൽ നിന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇക്വാലിറ്റി നമ്മുടെ കൂടെയുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിന് തോന്നില്ലെങ്കിൽ അത് മറികടക്കുന്നത്, ഞാൻ അതുകൂടി പറയണം, ആ ഇക്വാലിറ്റി അയാൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ, സ്റ്റേറ്റ് ചുമതലയാണ്. സ്റ്റേറ്റിന് അത് കഴിയാതെ വരുമ്പോഴാണ് ഈ വോളണ്ടിയേഴ്സിന് അതൊരു ബാധ്യതയായി വരിക, അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് അത് ചെയ്യേണ്ടി വരിക. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കേണ്ടി വരുന്നത്? സ്റ്റേറ്റിന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇവർക്ക് ഇവരുടെ ജീവൻ, സമ്പത്ത്, അഭിമാനം, ഇത്തരം കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ സ്റ്റേറ്റിന് കഴിയാതെ വരുമ്പോഴാണ് ഈ വോളണ്ടിയേഴ്സിനും അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനും അങ്ങനെയുള്ള സൊസൈറ്റികൾക്കും അത് ചെയ്യേണ്ടി വരുന്നത്. അതിന് വേറെ ചില പ്രോബ്ലംസ് ഉണ്ട്, പൊളിറ്റിക്കലി ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പൗരൻ എന്ന നിലയിൽ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഉത്തരവാദിത്തമാണ് കമ്പാഷൻ. ഈ കമ്പാഷനും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എമ്പതി ആർക്കും ഉണ്ടാവും, അത് വ്യക്തിനിഷ്ടമാണ്. പക്ഷെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കുറെ കൂടി പ്രൊആക്റ്റീവ് ആണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം കമ്പാഷൻ എന്ന് പറയുമ്പോൾ സാറിന്റെ ഒരു കൺക്ലൂഷനിൽ വരുന്നത് ടു സഫർ ടുഗദർ എന്നുള്ള ഒരു ഭരണഘടനയുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന സബ്ജക്റ്റീവ് അല്ല എന്ന് പറയുന്ന രീതിയിലാണ് സാർ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉണ്ണിയിലേക്ക് വരുമ്പോൾ, ഉണ്ണി ഇപ്പം വെർച്വൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഉണ്ണിയുടേതായിട്ടുള്ള പേഴ്സണൽ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെർച്വൽ മീഡിയക്ക് കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ണിയുടെ ജീവിതത്തിൽ. അതൊരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഉണ്ണി പരിചയപ്പെടുന്നത് ഒരു വെർച്വൽ മീഡിയയിലൂടെയാണ്. അതുപോലെ തന്നെ ഉണ്ണിയിലേക്ക് വരുന്ന ഫെയിമും കാര്യങ്ങളും എല്ലാം വരുന്നതും വെർച്വൽ മീഡിയയിലൂടെയാണ്. സോ എത്രത്തോളം നമുക്ക് വെർച്വൽ മീഡിയയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ കമ്പാഷനേറ്റ് ആയിക്കൊണ്ട് നമുക്ക് വെർച്വൽ മീഡിയയെ കണക്കിലെടുക്കാം എന്നുള്ളത്? ഈ എൻ്റെ ലൈഫിനെ ബാധിച്ചിട്ടുള്ളതും എനിക്ക് ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും എല്ലാം കൂടുതലും വെർച്വൽ മീഡിയയിലൂടെയാണ്. അതുവഴി പറയുന്നത് പോലെ ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വെർച്വൽ മീഡിയയിലുള്ള ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഇപ്പം എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുണ്ട്, ഇച്ചു. അവൻ LKG പഠിക്കുകയാണ്. അപ്പം എൻ്റെ മുട്ടിൻ്റെ അത്ര ഹൈറ്റ് ഒക്കെ ഉള്ളൂ. അപ്പം ഇന്നലെ ഞാനിങ്ങനെ കുളി കഴിഞ്ഞ് മുറി അടച്ചിട്ട് നമ്മൾ ഈ പാൻറ് മാറ്റുമല്ലോ, ആ സമയത്ത് ഇവൻ വന്ന് ഡോറ് തുറന്നപ്പോൾ ഞാൻ തുറക്കല്ലേ ഞാൻ പാൻറ് ഇട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവൻ എന്നോട് ഡോറിങ്ങനെ ചാരിക്കൊണ്ട് ആ ചെറിയ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ നിന്നെ കളിയാക്കൂല, നീ പാൻറ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കളിയാക്കൂല. ഇത് ഇവൻ പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ ഡോർ അടച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇവൻ കുളിച്ചിറങ്ങുമ്പോഴൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്, അയ്യേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ അവൻ പറഞ്ഞ ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതായത് ഞാൻ നിന്നെ കളിയാക്കിയിട്ടില്ല, അതെന്റെ ആവശ്യമല്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ, വെർച്വൽ മീഡിയയിലേക്ക് വരുമ്പോൾ അവിടുത്തെ നീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പോപ്പുലാരിറ്റിയാണ്, അല്ലെങ്കിൽ ഈ നമുക്ക് ഇല്ലാത്തൊരു സാധനം, അല്ലെങ്കിൽ നമുക്ക് സ്വയം തോന്നാത്തൊരു സാധനം, ഞാൻ എന്തോ ആണെന്നുള്ളൊരു തോന്നൽ ലൈക്ക് കിട്ടുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കുറെ കമന്റ്സ് വരുമ്പോൾ, നമ്മളെ കുറെ പേര് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പം ഞാൻ അംഗീകരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ വരും. ഈ തോന്നൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേയാളെ അങ്ങ് കളിയാക്കുക. ഈ കളിയാക്കലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം വെർച്വൽ മീഡിയയിലെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഈ അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചിന്തിക്കാത്തൊരു വലിയ കൂട്ടമുണ്ട് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിതിനെ കണ്ണുപൂട്ടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എൻ്റെ ലൈഫിനെ തുറന്നു കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കുറേ സത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെ കളിയാക്കി കഴിയുമ്പോഴാണ് കൂടുതൽ ലൈക്ക് കിട്ടുക, അല്ലെങ്കിൽ അതിനെ കളിയാക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ആയിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായും ആ വഴിക്ക് പോകും. അതെങ്ങനെയാ ബാക്കിയുള്ളവരെ ബാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമന്റ് ഇട്ടിട്ട് പോകുന്ന ആളെ സംബന്ധിച്ച്, ഇപ്പം ഞാൻ നിങ്ങളെ വന്നൊന്ന് തല്ലി, നിങ്ങളുടെ എക്സ്പ്രഷൻ ഞാൻ കണ്ടു, അപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പ്രഷനിൽ എനിക്കറിയാം ഇത് എത്ര വേദനിച്ചിട്ടുണ്ടെന്ന്. കമന്റ് ഇട്ട് പോകുന്നവൻ അത് കാണുന്നില്ല. അവൻ കംപ്ലീറ്റ്ലി വേറൊരു യൂണിവേഴ്സിൽ ഇരിക്കുകയാണ്. ഈ കമന്റിന്റെ റിസൾട്ട് അനുഭവിക്കുന്ന ആൾ വേറൊരു സ്പേസിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത് കാണാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അയാൾ അത്രയും സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യരുതായിരുന്നു എന്ന് റിയൽ ലൈഫിൽ ചിന്തിക്കുന്നതിന്റെ പകുതി പോലും, അല്ലെങ്കിൽ പകുതിയുടെ പകുതി പോലും വെർച്വൽ വേൾഡിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ആ ഒരു കളിയാക്കി സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ മോശം പറഞ്ഞ് സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട്. അതേസമയം നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പോലും, വിമർശിക്കുമ്പോൾ പോലും നല്ല രീതിയിൽ വിമർശിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗമാണ് കൂടുതലുള്ളത്. വെർച്വൽ മീഡിയയെ വിശ്വസിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അവിടെ ഉണ്ട് എന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
ലിജീഷിലേക്ക് വരുമ്പോൾ ലിജീഷിന്റെ ഏറ്റവും പുതിയ ബുക്കായിട്ടുള്ള കഞ്ചാവ് ഒരു ഗാദറിങ്ങിന്റെ അടിയിലൂടെ വേരുറപ്പിച്ച ഒരു വലിയ വൃക്ഷമായിട്ടാണ് കഞ്ചാവിനെ ലിജീഷ് പോർട്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബീങ് എ നോവലിസ്റ്റ് അല്ല, അതിന്റെ കൂടുതൽ ലിജീഷ് ഉണ്ട്. കാരണം ഒബ്വിയസ്ലി നമുക്കറിയാം സൈലം പോലത്തെ ഒരു എജ്യൂടെക് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഒബ്വിയസ്ലി അതിലും ഒരു വെർച്വൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, അതിൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ സൈലം പോലത്തെ ഒരു കമ്പനി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെർച്വലി കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇപ്പം ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബൈ റിയാലിറ്റി. സോ നമുക്ക് അയാൾക്ക് അത് മനസ്സിലായില്ല അല്ലെങ്കിൽ വിഷമമായി എന്ന് പറഞ്ഞ ഒരു സംഭവം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എഡ്യൂക്കേഷനിൽ എത്രത്തോളം വെർച്വൽ റിയാലിറ്റിക്ക് അതിന്റെ റോൾ ഉണ്ട് എന്നുള്ളത്. വിർച്വൽ മീഡിയയിലേക്ക് നമ്മൾ വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായി അതിനെക്കുറിച്ചുള്ളൊരു തോന്നൽ, റിയലിസ്റ്റിക് എന്നും അല്ല എന്നും കാലങ്ങളായി നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബൈനറി സമൂഹത്തിലേക്കുള്ള നമ്മളുടെ എല്ലാ നോട്ടങ്ങൾക്കും പിന്നിലുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ട് കുറേ പേർ ഇവിടെ കറുത്ത കുപ്പായമൊക്കെ ഇട്ട് വളണ്ടിയേഴ്സൊക്കെയായി ഇതുവഴി ഇങ്ങനെ നടക്കുന്നു? കുറേ പേർ ഇതല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇതിനകത്ത് ജീവിക്കണം, ഇതിനകത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക കാലത്ത് ഇങ്ങനെ കൂടിയിരിക്കണമെന്ന് കുറേ പേർക്ക് എന്തുകൊണ്ട് തോന്നലുണ്ടാവുന്നു എന്നതിനെ റിയലിസ്റ്റിക്കായ ഒന്നായി ഒരുപക്ഷെ നിങ്ങൾ അഡ്രസ്സ് ചെയ്താലും എൻ്റെ നോട്ടത്തിൽ അത് ഒട്ടുമേ റിയലിസ്റ്റിക്കായ ഒന്നായി തോന്നില്ല. തീർത്തും വിർച്വലായ, നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങളെ നാം ഉള്ളിൽ പേറുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ട് മാത്രം താതാത്മ്യം പ്രാപിക്കാൻ കഴിയാത്ത ഒന്നിനോട് നാം മാനസികമായി അങ്ങേയറ്റം പൊരുത്തപ്പെടുന്നത് കൊണ്ടാണ് ചില മനുഷ്യർ മറ്റ് ചില മനുഷ്യർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നത് എന്ന തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വിർച്വലാണ് റിയാലിറ്റി എന്നുകൂടെ വ്യക്തിപരമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാം കണ്ടുമാത്രം ബോധ്യപ്പെടുന്ന, എല്ലാത്തിനെയും ബൗദ്ധികമായി മാത്രം, നമ്മൾ ഈ ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ ഉണ്ടെന്നെങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറച്ചുകൂടെ രസമായി നോക്കിക്കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മതവിശ്വാസിയൊന്നും അല്ല എങ്കിൽ പോലും എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളോടൊക്കെ വലിയ ബഹുമാനം സത്യത്തിലുണ്ട്. കാരണം ഉണ്ട് എന്ന് ബോധ്യമില്ലാത്ത ഒന്നിനെ അങ്ങേയറ്റം ആദരവോടെ, അങ്ങേയറ്റം സ്നേഹത്തോടെ, അങ്ങേയറ്റം കാരുണ്യത്തോടു കൂടെയൊക്കെ നമുക്ക് സമീപിക്കാൻ കഴിയുക എന്നതിലൊരു മനുഷ്യൻ്റെ നിഷ്കളങ്കതയുടെ, മനുഷ്യൻ്റെ ഏറ്റവും സിമ്പിളായ എന്തെല്ലാമൊക്കെയോ ആവിഷ്കാരങ്ങളുടെ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആ സാധ്യതയുടെ പല രൂപത്തിലുള്ള പ്രകടനമായിട്ടാണ് എനിക്ക് ഈ മനുഷ്യരെയും കാണാൻ തോന്നുന്നത്. ഇനി അതിനെ കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ, എൻ്റെ മുമ്പിലുള്ള കുട്ടികളിലേക്ക് വരുമ്പോൾ, ക്ലാസ് മുറിയിൽ നിൽക്കുന്ന ഒരു അധ്യാപകന് തൻ്റെ കുട്ടിയെ മനസ്സിലാവുന്ന അത്രയും ഒരു വിർച്വൽ സ്പേസിലുള്ള കുട്ടിയെ മനസ്സിലാവുമോ എന്ന ചോദ്യം കാലങ്ങളായി കമ്പനികളൊക്കെ നേരിടുന്ന ഒരു ചോദ്യമാണ്. എനിക്കതിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലാസ് മുറിയിൽ നിൽക്കുന്ന കുട്ടിയെ എത്രത്തോളം അധ്യാപകന് മനസ്സിലായിട്ടുണ്ട് എന്നതിന് ഉത്തരം കണ്ടെത്തി മാത്രമേ വിർച്വലി നമുക്ക് നമ്മുടെ കുട്ടിയെ മനസ്സിലാവുമോ എന്നതിലേക്ക് കടക്കാൻ കഴിയൂ. എൻ്റെ ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടി ഒരു സ്വതന്ത്ര ജീവിയാണ് എന്നതിനെ, എൻ്റെ ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടിക്ക് എന്നോളമോ എന്നേക്കാളുമോ ശേഷിയുണ്ട് എന്നതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാത്ത അധ്യാപകർ നിർമ്മിച്ചെടുത്ത ഒരു ലോകത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത് എന്നത് ഈ ലോകത്തിൻ്റെ തന്നെ പരിമിതിയായി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കുട്ടി എന്ന് നാം വിളിക്കുന്നതിൽ പോലും, കുഞ്ഞ് എന്ന് നാം വിളിക്കുന്നതിൽ പോലും നമ്മുടെ ഒരു അധികാരത്തെ, നമ്മുടെ ശേഷിയെ, നാം അതിനേക്കാൾ മുതിർന്ന ഒരാളാണ് എന്ന നമ്മളുടെ തോന്നലിനെയൊക്കെ പേറിക്കൊണ്ടാണ് ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ നിൽക്കുന്നത്. അധ്യാപകൻ പലപ്പോഴും പഴഞ്ചനായ ഒരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടിയുടെ വളർച്ചയെ, അത് മാനസികമാവട്ടെ, ലോകം വളരുന്നതിനനുസരിച്ച് കുട്ടി വളരുന്ന വളർച്ചയാവട്ടെ, പലപ്പോഴും കാണാൻ അധ്യാപകന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ നിങ്ങൾ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഇന്റർനെറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, സകലമാന വിർച്വൽ മീഡിയകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ക്ലാസ് മുറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം ഒന്ന് മാറി നിന്ന് അനലൈസ് ചെയ്താൽ രസകരമായ കാഴ്ച നമുക്ക് ക്ലാസ് മുറിയിൽ കാണാൻ കഴിയും. ഇപ്പോഴും പരാഗണം പഠിപ്പിക്കാൻ 10-20 മിനിറ്റ് എടുത്ത് പല കളറിലുള്ള ചോക്കുകൾ ഉപയോഗിച്ച് ബോർഡിന് മുകളിൽ ചെമ്പരത്തിപ്പൂവിന്റെ ചിത്രം വരയ്ക്കുന്ന അധ്യാപകനെ ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പിൽ ഫോണിനകത്തോ ടാബിനകത്തോ ഒരു ചെമ്പരത്തിയുടെ പടമെടുത്ത് സൂം ചെയ്ത് നോക്കുന്ന കുട്ടിയുടെ മുമ്പിലാണ് 10-15 മിനിറ്റ് നിന്ന് ഒരു അധ്യാപകൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്തൊരു പഴഞ്ചൻ ജീവിയാണ് എന്ന തോന്നലോടുകൂടെ അയാളെ നോക്കിയിരിക്കുന്ന വല്ലാത്തൊരു കുട്ടി നമ്മളുടെ ക്ലാസ് മുറിയിലുണ്ട്. കുട്ടി മുതിരുകയും കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു കവിത ഉണ്ട്, സൗദാമിനി ടീച്ചർ ഇപ്പോഴും 2ലാണ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. വർഷത്തിലൊരു പ്രത്യേക സീസണിൽ അവരിപ്പോഴും വാഗുരുവി വരുകുരുവി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ടീച്ചർ പഠിപ്പിച്ച കുട്ടികളൊക്കെ പലരുമായി, പക്ഷേ സൗദാമിനി ടീച്ചർ ഇപ്പോഴും 2ലാണ് എന്ന് കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നുണ്ട്. അധ്യാപകൻ പലപ്പോഴും 2ാം ക്ലാസ്സിൽ തന്നെ നിൽക്കുകയാണ്. മുമ്പിൽ ഉള്ള കുട്ടി അതിനേക്കാളൊക്കെ ശേഷിയുള്ള കുട്ടിയായി മാറി എന്ന തിരിച്ചറിവ് അധ്യാപകൻ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ നാം നിർമ്മിച്ചെടുത്ത ക്ലാസ് മുറിയുടെ അപകടങ്ങൾ പലപ്പോഴും കമ്പാഷൻ എന്ന് പറയുന്ന വാക്കിനെ നമ്മളിവിടെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിൽ വെക്കുമ്പോൾ ആ വാക്കിനെ ആഴത്തിൽ പരിചയപ്പെടാൻ പോലും ശേഷിയില്ലാത്തൊരു കുട്ടിയെ നിർമ്മിച്ചതിൽ മറ്റൊരാളോട് താതാൽമ്യം പ്രാപിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരു കുട്ടിയെ നിർമ്മിച്ചതിൽ നമ്മളുടെ ക്ലാസ് മുറിക്ക് വലിയ പങ്കുണ്ട്. നാം ക്ലാസ് മുറിയിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളെങ്കിലും ഇരുന്ന ക്ലാസ് മുറിയുടെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയണം. നാം എത്രമാത്രം നമ്മളുടെ ജീവിത പരിസരത്തെ നമ്മളുടെ ക്ലാസ് മുറിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. നാം എത്രമാത്രം അപരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നമ്മളുടെ ക്ലാസ് മുറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമോഷനുകളെ എത്രമാത്രം നാം നമ്മളുടെ ക്ലാസ് മുറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല നമ്മളുടെ ക്ലാസ് മുറി. എങ്ങനെ പ്രാക്ടിക്കലായി വളരാമെന്നും എങ്ങനെ സുരക്ഷിതമായി ഭാവിയിലേക്ക് പോകാമെന്നും എങ്ങനെ തൊഴിൽ കേന്ദ്രീകൃതമായി മാത്രം നിലനിൽക്കുന്ന ഒരു ലോകത്തെ പരിചയപ്പെടാമെന്നും ആ ലോകത്തിന് സ്യൂട്ടബിളായ ഒരു വ്യക്തിയെ നിർമ്മിക്കാമെന്നും മാത്രം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ് മുറിയാണ് നമ്മളുടെ ക്ലാസ് മുറി. ആ അപകടത്തെ മറികടക്കാൻ ഒരു പക്ഷേ വിർച്വലി കഴിയും എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. കാരണം എൻ്റെ അപ്പുറത്ത് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഈ കുട്ടി എന്നെ നോക്കിയിരിക്കുന്നുണ്ട്, എൻ്റെ 1000 കണ്ണുകളുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു അധ്യാപകൻ ഉണ്ടാവുന്ന ഒരു ജാഗ്രതയുണ്ട്. ഒട്ടുമേ ജാഗ്രതയില്ലാതെ, ഒട്ടുമേ ഉത്തരവാദിത്തമില്ലാതെ ക്ലാസ് മുറിയിൽ നിരുന്ന അധ്യാപകനേക്കാൾ ഭംഗി അങ്ങേറ്റത്തെ ജാഗ്രതയോടുകൂടെ, അങ്ങേറ്റത്തെ കരുതലോടുകൂടെ, ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന കൃത്യമായ ധാരണയോടുകൂടെ വാക്കുകൾ പ്രയോഗിക്കുന്ന അധ്യാപകന് തന്നെയാണ് ഭാവിയെ നിർമ്മിക്കാനാവുക. എന്തും പറഞ്ഞിറങ്ങിപ്പോവാവുന്ന ക്ലാസ് മുറിയേക്കാൾ നല്ലതാണ് പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ടതുണ്ട്. എൻ്റെ കുട്ടിയോട് സംസാരിക്കുന്ന ഭാഷ അങ്ങേയറ്റം രാഷ്ട്രീയ ശരികളുള്ള ഭാഷയാവേണ്ടതുണ്ട്. എൻ്റെ കുട്ടിയെ നിർമ്മിക്കുന്നതിൽ എനിക്ക് പങ്കാളിത്തമുണ്ട് എന്നത് സമൂഹമെങ്കിലും തിരിച്ചറിയണം. ഞാൻ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജീവിയാണ് എന്ന അധ്യാപകൻ തിരിച്ചറിയുന്ന ഒരു സ്പേസാണ് വിർച്വൽ സ്പേസ്. ഓഡിറ്റ് ചെയ്യപ്പെടണം, അതിന് വിർച്വൽ സ്പേസ് അനിവാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. അതാണ് കുറച്ചുകൂടെ ഭംഗി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ക്ലാസ് മുറികളെ കുറിച്ചും ക്ലാസിനെ കുറിച്ചും പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു കൗതുകം വന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അജിംസിന്റെ ഒരു പൂർവ്വകാല ചരിത്രത്തിൽ 12ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടിയിട്ട് പഠനം കഴിഞ്ഞ് നാട് വിട്ടുപോയ ഒരു വ്യക്തിയാണ്. 12ാം ക്ലാസ് പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളിപ്പോ പഠിക്കുന്നത് പോലെ ഒരു ഇപ്പം ലിജിഷ് പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് മുറിയിലെ പുറത്തു നിന്നും പല കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്നുള്ളത് 12ാം ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി നാട് വിട്ടുപോയി. എത്ര വർഷം ഉണ്ടായിരുന്നു എനിക്ക് കൃത്യം അറിയില്ല. അപ്പം അത് അവിടെ നിന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ച് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹം ഈ കാലഘട്ടത്തിലാണ് 12ാം ക്ലാസ്സിൽ നിന്ന് നാട് വിട്ടു പോകുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഈ വെർച്വൽ മീഡിയ 2 ദിവസത്തിനകം അങ്ങേരെ കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയേനെ. അപ്പൊ ഈ ഇരിക്കുന്ന അജിംസ് ഉണ്ടാവില്ല എന്നുള്ളൊരു, മേ ബി ഉണ്ടാവാം, ബട്ട് ഈ ഒരു അറിവോട് കൂടിയിട്ടുള്ള അനുഭവ സമ്പത്തോട് കൂടിയിട്ടുള്ള അജിംസ് ഉണ്ടാവാതിരിക്കില്ല എന്ന് തോന്നുന്നു.
സോ എങ്ങനെ നോക്കി കാണുന്നു നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന്, ലൈക്ക് ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ക്ലാസ് മുറിയിൽ നിന്നും ഗെയിൻ ചെയ്യുന്നതും നമുക്ക് വെർച്വൽ മീഡിയയിൽ നിന്നും ഗെയിൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫും തമ്മിൽ അതിൽ വ്യത്യാസമുണ്ട്. സാർ ഇപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം 12ാം ക്ലാസ് കഴിഞ്ഞ് നാട് വിട്ടുപോയി. അതിനെന്തെങ്കിലും വേറെ കാരണങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇട്ടുപോയി, പക്ഷേ തിരിച്ചു വന്നത് അനുഭവ സമ്പത്തോട് കൂടിയിട്ടാണ്. സോ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ വെർച്വൽ മീഡിയ ബാധിക്കുന്നത്, കമ്പാഷനേറ്റ് ആയിട്ട് ബാധിക്കുന്നത്? വെർച്വൽ മീഡിയ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലേ? എല്ലാത്തിനെയും നമുക്ക് വെർച്വൽ മീഡിയ ആയി കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ദൈവത്തിനെ വരെ ചർച്ച ചെയ്തു. അതും ആദ്യത്തെ കാലത്തെ ഒരു വെർച്വൽ മീഡിയ ആയിട്ട് ദൈവത്തിനെ വരെ നമ്മൾ ചർച്ച ചെയ്തു. ആദ്യകാലത്തെ ഫസ്റ്റ് വെർച്വൽ മീഡിയ ആയിട്ട് ഞാൻ ആദ്യത്തെ പ്രശ്നത്തിലേക്ക് രണ്ടാമത് വരാം. ഞാൻ പറയുന്നത് ഈ കമ്പാഷൻ എന്നൊരു തീമിൽ നമ്മൾ നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കമ്പാഷൻ എന്ന വികാരം മനുഷ്യരിൽ കുറഞ്ഞു വരുന്ന ഒരു കാലത്തായതുകൊണ്ടാണല്ലോ നമ്മളിത് ചർച്ച ചെയ്യുന്നത്. വളരെ കുറഞ്ഞു വരികയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ട്രഡീഷണൽ മീഡിയയുടെ വാർത്ത വരുമ്പോഴോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു എന്നൊരു വാർത്ത വരികയാണ്. നിങ്ങൾ അതിന്റെ ലൈക്ക് ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ ഹാ ഹാ എന്ന റിയാക്ഷൻ ഇടുന്ന നൂറുകണക്കിന് മനുഷ്യരെ കാണാൻ കഴിയും. അവരൊന്നും വിർച്വലല്ല, അവർക്ക് യഥാർത്ഥ മനുഷ്യരാണ്. ഏതെങ്കിലും ബോട്ടുകൾ വന്ന് ചെയ്യുന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മളെന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരോ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നവരോ ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരൊക്കെയാണ് ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ 6 വയസ്സായി റേപ്പ് ചെയ്തു തുടങ്ങിയ വാർത്തയിൽ ഹഹ സന്തോഷം. ഈ ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. അതിന്റെ കാരണം ഒരു 10-12 വർഷമായിട്ടുള്ളൂ മാനവരാശി തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ വിർച്വൽ മീഡിയയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഈ 2011 ശേഷം ഈ ലോകത്തുണ്ടായ മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹേറ്റിന്റെ അളവ് വളരെ വലിയ തോതിൽ കൂടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ വെറുപ്പ് എന്ന വികാരം ആളുകളിൽ കൂടി വരികയാണ്. അപ്പൊ ഈ വെറുപ്പ് കൂടി വരുമ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് കമ്പയർ ഉണ്ടാവുക? ആളുകളുടെ ദുഃഖത്തിൽ അവർ സന്തോഷിക്കുകയാണ്, അവർ ഹഹ എന്ന റിയാക്ഷൻ ഇട്ട് സ്മൈലിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ, അങ്ങനെയുള്ള ആളുകൾ കൂടി ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് കമ്പാഷൻ ഉണ്ടാവുക? കമ്പാഷൻ തോന്നേണ്ട ആളോട് അവർക്ക് കമ്പാഷൻ തോന്നുന്നില്ല, പകരം അവരുടെ അങ്ങനെ ഒരാളെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് തോന്നുക, ശരിയാണ്. അതിന് പല കാരണമുണ്ട്. വെറുപ്പ് ഉത്പാദിപ്പിക്കപ്പെടാൻ പല കാരണമുണ്ട്. ഒരു നിശ്ചിത കാരണം പല കാരണങ്ങളുണ്ട്. അതിൽ റേസിസം ഉണ്ടാവും, ബിഗോട്ടറി ഉണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങളാൽ ആളുകൾക്ക് ഈ മറ്റവരുടെ ദുരിതത്തിൽ സന്തോഷം വരുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു എന്താണ്, അങ്ങനെ ഓരോ ദിവസവും അത് ശതഗുണീഭവിക്കുകയാണ്. 1000 ഇരട്ടിയായിട്ട് അത് ആളുകളിലേക്ക് പടരുകയും ഒരു വൈറസ് പോലെ പടരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് 2018 കേരളത്തിൽ പ്രളയം ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതേ മനുഷ്യർ, അതായത് നമ്മൾ ഈ ഷാഡൻ ഫ്രോഡുകൾ എന്ന് പറയുന്ന ഇതേ മനുഷ്യർ വളരെ പെട്ടെന്ന് മനുഷ്യസ്നേഹികളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അതും ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അന്നേ വരെ എന്താണ് സാമൂഹിക പ്രതിബദ്ധതയോടെ ഒരു പോസ്റ്റ് പോലും ഇടാത്ത, അത്തരം പോസ്റ്റുകൾ ഒരു ലൈക്ക് പോലും ചെയ്യാത്ത, കേവലം സെൽഫി മാത്രം ഇട്ടൊക്കെ അവനവന്റെ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും വളരെ പെട്ടെന്ന് വോളണ്ടിയറായി, ആരും ആവശ്യപ്പെടാതെ അത് ഒരുപക്ഷെ ലോകത്തൊരു ശരിക്കും ഒരു പഠിക്കേണ്ട ഒരു സംഭവമാണ്. 2018 പ്രളയത്തിൽ സോഷ്യൽ മീഡിയ വഴി മലയാളികൾ എങ്ങനെയാണ് വോളണ്ടിയേഴ്സ് ആയി മാറിയെന്നുള്ളത് നമ്മളറിയാതെ തന്നെ നമ്മൾ അതിൽ പങ്കാളികളാവുമായിരുന്നു. ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ ആയിട്ടുണ്ടായ ആളുകൾ. അപ്പോൾ ഒരു വശത്ത് ഹേറ്റ് ഉൽപ്പാദിപ്പിക്കുകയും അത് ശതഗുണീഭവിക്കുകയും അത് വിതരണം ചെയ്യുകയും അതിലേക്ക് മനുഷ്യനെ കൺസ്യൂം ചെയ്യിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കമ്പാഷനെ ഇല്ലാതാക്കുന്ന അതേ സോഷ്യൽ മീഡിയ വളരെ പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകളിലേക്ക് കമ്പാഷൻ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് രണ്ടും കണ്ട് അത്ഭുതപ്പെടുകയാണ്. തൊട്ടുടനെ നമ്മൾ കോവിഡ് വന്നു. കോവിഡ് കാലം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ സംഭവങ്ങളെ ആരെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്തോണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോവിഡ് വന്നപ്പോൾ എങ്ങനെയാണ്, കോവിഡിൽ ആളുകളൊക്കെ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുണ്ട്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന മൈഗ്രന്റ് ലേബേഴ്സ് റോഡിലൂടെ നടന്നു പോകുന്ന കാഴ്ച കണ്ട് നമുക്ക് സങ്കടം തോന്നിയുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാതെ പുല്ല് പറിച്ച് തിന്നുന്ന കുടുംബങ്ങളെ യുപിയിൽ നമ്മൾ കണ്ട് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. പിന്നീട് നമ്മൾ എന്താ കാണുന്നത്, 2021 2022 ജനങ്ങൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീഴുന്ന മരിച്ച കാഴ്ച കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയുടെ മുമ്പിൽ പോയിട്ട് ഈ പറയുന്ന ഹഹായിട്ട് ആളുകളുണ്ട്. നിങ്ങൾ അത്തരം വീഡിയോകളിൽ പോയിട്ട് ആ ഇമോജി ഇട്ട് ചിരിച്ച ആളുകളുണ്ട്.
ആ ചിരിക്കുന്നവർ എന്ത് അർത്ഥമല്ല ചിരിക്കുന്നത്? UP വലിയ സ്വർഗരാജ്യമാണെന്ന് പറയുന്ന ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ എതിർഭാഗത്തുള്ളവർ മരിക്കുന്ന കണ്ടോ, ഗംഗയിൽ ശവം ഒഴുകി നടക്കുമ്പോൾ കാണുമ്പോൾ അത് കണ്ടിട്ട് ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ചിരി എന്തിന്റെ പേരിലാണ്? അത് രാഷ്ട്രീയ കാരണങ്ങളാലാണ്. അവിടെ ഭരിക്കുന്ന സർക്കാരിനുള്ള എതിർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനുള്ള എതിർപ്പ് കൊണ്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ, അതിനിപ്പോ ഒരാളുടെ രാഷ്ട്രീയ ശത്രു ആവട്ടെ, പല വിധത്തിലുള്ള ശത്രുതയുള്ളവരാവട്ടെ, ഒരാൾ മരിക്കുമ്പോൾ, ശ്വാസം കിട്ടാതെ മരിക്കുമ്പോൾ ചിരി വരുന്ന ആ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവുന്നതാണ്? അതുണ്ടാക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വലിയ തരത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു പക്ഷേ നമ്മൾ മുഖത്തോട് മുഖം നോക്കി പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ഒരു സങ്കോചവും കൂടാതെ പറയാൻ കഴിയുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ തടയും എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. കാരണം വെറുപ്പ്, ഞാൻ അതിലേക്കാണ് വരുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. വെറുപ്പ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതെങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് എന്ന് നേരിട്ട് കണ്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞത്, ഞാൻ പോയത് ബോംബെയിലേക്കും ഗുജറാത്തിലേക്കാണ്. ഞാൻ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് തന്നെയാണ് ഞാൻ അവിടെ പോയത്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. സോഷ്യൽ മീഡിയയ്ക്ക് പകരം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ അപരനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന സംസ്ഥാനങ്ങളൊന്നായിരുന്നു ഗുജറാത്ത്. അപ്പോൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നത് തന്നെ കുട്ടികൾ മറ്റൊരാൾ വെറുക്കാൻ പഠിപ്പിക്കുകയാണ് സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. പുറത്തിറങ്ങി നടക്കുന്ന വളരെ മാന്യന്മാരെന്ന് തോന്നുന്ന, വളരെ എഡ്യൂക്കേറ്റഡ് എന്ന് തോന്നുന്ന ആളുകൾ പോലും ഒറ്റയ്ക്കായി കഴിയുമ്പോൾ വെറുപ്പ് പടർത്തുന്ന, വെറുപ്പ് സംസാരിക്കുന്ന, നമ്മളെ തന്നെ വെറുക്കുന്ന, നമ്മുടെ മുഖത്ത് നോക്കി നമ്മോട് തന്നെ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ യാത്ര, എങ്ങനെയാണ് ഇന്ത്യ മാറിക്കൊണ്ടിരുന്നത്, ഇന്ത്യയിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയ പിന്നെയും ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് വരുന്നത്. നമ്മളത് ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ചില പ്രതിഭാസങ്ങൾ നമ്മളിപ്പോൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സോഷ്യൽ മീഡിയ വെറുപ്പിന്റെ കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കുക, വിതരണം ചെയ്യും, അത് മനുഷ്യരെ കൺസ്യൂം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ കമ്പാഷനെ കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു കാര്യം, ഈ കമ്പാഷനിന്റെ എതിർപ്പദം ഹെയ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെയ്റ്റ് ഒന്നിന്റെയും എതിർപ്പതല്ല, അത് ശരിക്കും ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. ഹെയ്റ്റ് ഒരിക്കലും ഒന്നിന്റെയും എതിർപ്പതല്ല, അതൊരു അനാവശ്യമായ കാര്യമാണ്, മനുഷ്യന്റെ മനസ്സില്ലാതാവേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് കമ്പാഷന്റെയും ലവിന്റെയും ഓപ്പോസിറ്റ് പദം ഇൻഡിഫറൻസ് ആണെന്നാണ്. സ്നേഹത്തിന്റെ എതിർപ്പദം വെറുപ്പല്ല, സ്നേഹത്തിന്റെ എതിർപ്പദം നിസ്സംഗതയും ഇൻഡിഫറൻസുമാണ്. അതങ്ങനെ പറയാൻ കാരണം, നമ്മൾ കാണാത്ത ഒരു വംശഹത്യ കടന്നു പോയിട്ടുണ്ട് 2ാം ലോകമഹായുദ്ധകാലത്ത്, ഹിറ്റ്ലറുടെ കാലത്ത്. ഇപ്പൊ ഹിറ്റ്ലറുടെ കാലത്ത് ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗസ ഇസ്രായേൽ ക്ലാഷിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 30,000 പേരാണ് കൊന്നു കളഞ്ഞത്. ഇവിടെ ലക്ഷക്കണക്കിന് പേരെയാണ് കൊല്ലുന്നത് ഈ 2ാം ലോകമഹായുദ്ധകാലത്ത്. അത് ലോകം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഈ 30 ലക്ഷം മനുഷ്യരെയും കൊല്ലുന്നത് ലോകം അറിയാഞ്ഞിട്ടല്ല, അവർ നിസ്സംഗരായി നോക്കിയിരിക്കുമായിരുന്നു. അപ്പൊ ഈ നോക്കി നിന്ന ജനങ്ങൾക്ക് ഈ കൊല്ലപ്പെട്ട ജൂതന്മാരോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പുള്ളതുകൊണ്ടല്ലല്ലോ അവർ നോക്കിയിരുന്നത്. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇൻഡിഫറൻസ് ആണ്, നിസ്സംഗതയാണ്. അതുകൊണ്ട് ഞാൻ കമ്പാഷന്റെ എതിർപ്പദമായിട്ട് ഹെയ്റ്റിനെ, വെറുപ്പിനെ കാണുന്നില്ല, ഇൻഡിഫറൻസിനെയാണ് കാണുന്നത്, നിസ്സംഗതയാണ് കാണുന്നത്. ആ നിസ്സംഗത എന്തുകൊണ്ടുണ്ടാവും എന്നുള്ളത് അതൊരു എനിക്ക് തോന്നുന്നു അതിന് കുറെ കൂടി എക്കണോമിക്കലായിട്ടുള്ള കാരണങ്ങൾ കൂടി ഉണ്ടാവും. നമ്മളൊക്കെ വലിയ തോതിൽ മിഡിൽ ക്ലാസ്സിലേക്ക് മാറിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ മധ്യവർഗ്ഗമാണ്. മധ്യവർഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് അവനവന്റെ പ്രശ്നമാണ് അവർക്ക് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഒരാൾ വീണ് മരിക്കുമ്പോൾ, ഒരാൾ പെടഞ്ഞു വീണ് മരിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ആ മനസ്സ്, അതിനെ നിസ്സംഗത എന്നൊക്കെയാണ് വിളിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ ചർച്ചയും പഠനവും ആവശ്യമുള്ള ഒരു സാമൂഹിക പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം റിയലാണ്, വെർച്വൽ അല്ല. ഹെയ്റ്റിന്റെ അളവ് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശതഗുണീഭവിക്കുകയാണ്. അതിനെ ശതഗുണീഭവിക്കാൻ വേണ്ടി ഭരണകൂടങ്ങളും സിസ്റ്റമാറ്റിക്കായ മീഡിയ സംവിധാനങ്ങളും IT സെല്ലുകൾ അങ്ങനെയൊക്കെ വിളിക്കുന്ന സംവിധാനങ്ങളൊക്കെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ കമ്പാഷൻ എത്ര പേർക്കുണ്ടാവും? കമ്പാഷൻ ഉണ്ടാവുക എന്ന് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഉണ്ണിലേക്ക് വരുമ്പം ഈ അജിംസ് പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങുകയാണ്. ഹെയ്റ്റ്രഡ് സോഷ്യൽ മീഡിയയിൽ നിന്നും പടർത്തുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മുടേതായിട്ടുള്ള ഒരു നിലപാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ ചാപ്പ കുത്തുകയാണ് ചെയ്യുക. നമ്മൾ ഒന്നെങ്കിൽ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ ആളാണെന്ന രീതിയിൽ നമ്മളെ ചാപ്പ കുത്തി നമുക്കൊരു പേര് തന്ന് നമ്മളെ സൈബർ ബുള്ളിങ് തന്നെ ചെയ്ത് നമ്മളെ ഒതുക്കി നിർത്തുകയാണ് ചെയ്യുക. അങ്ങനത്തെ പലതരത്തിലുള്ള സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ് ഉണ്ണി. സോ ഇങ്ങനെയുള്ള ഒരു സൈബർ ബുള്ളിങ്, ഇപ്പൊ അജിംസ് പറഞ്ഞതുപോലെ തന്നെ ഉണ്ണി നേരിട്ട ഏറ്റവും വലിയ സൈബർ ബുള്ളിങ്ങും അതിനെ
എങ്ങനെ നേരിടുന്നെന്നും അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ണി എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് എനിക്കറിയേണ്ടത്. ഈ സൈബർ ബുള്ളിങ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെർച്വൽ സ്പേസിൽ പറഞ്ഞ കാര്യത്തിനെ വെർച്വൽ സ്പേസിൽ തന്നെ ഒതുക്കുക എന്നുള്ള രീതിയിലല്ല. നമ്മൾ പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ, ആ ആശയം കുറേ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ വെർച്വൽ അല്ലാത്ത സ്പേസിലും എതിർക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ ജാതി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിവിടെ സംസാരിക്കാൻ പാടില്ല എന്ന്, അത് വെർച്വൽ സ്പേസിൽ നിന്നല്ല, അതിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവരെ അവരൊക്കെ അങ്ങനെ പറയുന്നവരാണ്, അല്ലെങ്കിൽ അവരൊക്കെ ആ കൂട്ടരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു റിയാലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ആ റിയാലിറ്റിയിലുള്ള ആളുകൾ, എനിക്ക് നേരത്തെ പറഞ്ഞതിലുള്ളൊരു വിയോജിപ്പല്ല, അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ വെറുപ്പ് പടരുക എന്നുള്ളതിനേക്കാൾ സോഷ്യൽ മീഡിയ പലരെയും എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് കുറേ കൂടി എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ എൻ്റേതല്ലാത്ത എൻ്റെ എതിർകക്ഷിയിലുള്ള ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ അവനത് കിട്ടിയത് നന്നായി എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന മലയാളി അവനൊരു വെർച്വൽ സ്പേസിലാണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, ആ ബോധം പോലും ഇല്ലാതെ അവിടെ പോയി ഹഹ ഇടാൻ തുടങ്ങി. അവൻ എക്സ്പോസ് ചെയ്യപ്പെട്ടു തുടങ്ങി. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ള കുറേം കൂടി ഒരു ധാരണ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇത് സസ്യശ്യാമള കോമള കേരളമാണ് എന്ന് വിചാരിക്കുമായിരുന്നു. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്നതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഇത് പറയുന്നവനെയൊക്കെ വാളെടുത്ത് നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഈ വെർച്വൽ സ്പേസ് കുറേ കൂടി ആളുകളെ എക്സ്പോസ് ചെയ്യുന്നു, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ ഈ പുറത്ത് ഇപ്പൊ ഞാനൊരു പബ്ലിക് സ്പേസിൽ മൈക്ക് വെച്ച് നിന്ന് സംസാരിക്കുമ്പോൾ, ഞാനിപ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ, അവിടെ വെച്ച് മുമ്പ് കല്ലെറിഞ്ഞുകൊണ്ടിരുന്നവൻ, അവിടെ നിന്ന് കൂവിക്കൊണ്ടിരുന്നവൻ, അപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽ വീട്ടിലൊക്കെ പോയി ഇതാ അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, അവൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇന്ന് കമന്റ് ഇടാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നിന്ന് ഈ സംഭവങ്ങൾ അവിടെ അവതരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ശ്രമിക്കാത്ത, അവിടെയും ഈ പറയുന്ന നമ്മളൊരു കമ്പാഷനേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത്, അത് നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഫസ്റ്റ് അതിനെ എതിർക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നീ ഇന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, ഒരു സെക്കൻഡ് പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ റിയൽ ലൈഫിലുള്ള കുറെ കാര്യങ്ങളാണ്. നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെ വളർന്നു, നിങ്ങൾ അനുഭവിച്ച പ്രിവിലേജുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഐഡിയോളജി എന്തൊക്കെയാണ്. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: നിങ്ങളൊരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോവാണ്, നിങ്ങൾ മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ അവിടെ ജോലി ഉണ്ടെന്നുള്ള ഒറ്റ വേക്കൻസി ഉള്ളൂ, നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് പോവോ അത് ഒറ്റയ്ക്ക് പോവോ എന്ന് ചോദിച്ചു. അപ്പം കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ വിദ്യാർത്ഥികൾ പറഞ്ഞത് ഒറ്റയ്ക്ക് പോവും എന്നുള്ളതാണ്. അതിനൊരു സ്മാർട്ട് മൂവ് എന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചത്. എന്നെ സംബന്ധിച്ച് അത് സ്മാർട്ട് മൂവ് അല്ല. ഞാൻ ഇതറിഞ്ഞു പോകുന്നത് പോലെ വേറെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ എന്നേക്കാൾ കഴിവുള്ള എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്ക് ആ ജോലി കിട്ടാൻ എന്നേക്കാൾ അർഹതയുണ്ടാവും. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പോവാ, ഞാൻ പെർഫോം ചെയ്യാം, അവരും പെർഫോം ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ സക്സസ് ആയിട്ടിരിക്കുക, നമ്മൾ അടിപൊളിയാവുക, നമ്മൾ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും എന്ന് പറയുന്ന രീതിയിലാക്കുമ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. ഈ ത്വരയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത്. നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും മറ്റേ ആൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് മിനിമം ചിന്ത പോലും ഉണ്ടാവില്ല. അജിംസ് പറഞ്ഞതും ഉണ്ണി പറഞ്ഞതും കൂടുതലും വന്നത് സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന്റെ രീതിയിലായിരുന്നു. സോ എനിക്കിപ്പോ മറ്റേ ഇതിൽ പറഞ്ഞതുപോലെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ഇതിനുള്ളൊരു പേഴ്സണൽ സൊല്യൂഷൻ എന്നുള്ളത് ലിജീഷിനെ പോലെയുള്ള ഒരു അധ്യാപകന് ഈസിലി റിക്കവർ ചെയ്യാൻ പറ്റുന്ന, ഈസിലി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ടൂൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. വിദ്യാർത്ഥികളെന്നും വരുന്ന തലമുറ എന്നുള്ളതും, വരുന്ന തലമുറയെ എത്രത്തോളം കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റൈസ് ചെയ്യാൻ പറ്റും. കാരണം വീണ്ടും ഞാൻ പറയുന്നത്, കൈലം പോലത്തെ അത്രയും വിദ്യാർത്ഥികളുള്ള ഒരു എഡ്യൂടെക് കമ്പനിയിലേക്ക് ഒബ്വിയസ്ലി ക്യാൻ ഇൻഫ്ലുവൻസ് ദ സ്റ്റുഡൻസ് അല്ലേ? അപ്പം അത്രയും കമ്പാഷനേറ്റ് ആയിട്ടും ഇത്രയും കുട്ടികളെ ഓറിയന്റഡ് ആയിട്ടും റൈസ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്നതിൽ കുറെ കാര്യത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ലേ? ഞാനിത് പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് ആലോചിച്ചത്, ഭൂതകാല സഞ്ചാരം എന്ന പേരുള്ള UK കുമാരൻ്റെ ഒരു
നോവലുണ്ട്. ഒരു മനുഷ്യൻ അയാളുടെ ഭൂതകാലത്തിലേക്ക് നടത്തുന്ന സഞ്ചാരമാണ് ആ നോവലിൻ്റെ തീം. ഇയാൾ ഗംഭീരനായ ഒരാളാണ് എന്ന് തെറ്റിദ്ധരിച്ച് അയാളോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സുഖമുണ്ട് അയാൾ അത്ര ഗംഭീരനല്ല എന്ന് തിരിച്ചറിഞ്ഞ് അയാളെ നോക്കിയിരിക്കുന്നതിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എക്കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ പ്രചാരത്തിൽ വന്നതിന് ശേഷം ഈ ഡിസ്കഷൻ നാം നമ്മളുടെ മുമ്പിൽ കാണാൻ തുടങ്ങി. അതിൽ നമുക്കൊരു നിലപാടുണ്ടാവേണ്ടതുണ്ടോ എന്ന ചോദ്യം നാം സ്വയം ചോദിച്ചു തുടങ്ങി എന്നൊക്കെയാണ് കുറച്ചു തോന്നുന്നത്. മറ്റൊരറ്റത്ത് സോഷ്യൽ മീഡിയ നവീകരിച്ചൊരിടമുണ്ട്. നാം ചർച്ച ചെയ്യുമ്പോൾ നാം പറയാതെ പോകുന്ന ഒരു ആംഗിൾ അതാണ്. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു വലിയ ധൈര്യമുണ്ട്. കുഞ്ഞുനാള് മുതൽ ഒരുപാടേറെ ട്രോമകളെ ഉള്ളിൽ പേറി ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ലോകമാണിത്. അവരങ്ങനെ ഈ ട്രോമകളൊക്കെ പേറി ഒരു ദിവസം അങ്ങ് മരിച്ചുപോയിടത്ത് നിന്ന് ഞാനിത് തുറന്നു പറയും, ഞാൻ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് ഞാൻ ലോകത്തോട് പറയും, കയ്യേറ്റക്കാരുണ്ട് ഈ ലോകത്ത് എന്ന് ഞാൻ പറയും, എൻ്റെ കൺസെന്റ് ഇല്ലാതെ ഒരാൾ എന്നെ തൊട്ടിരുന്നു എന്ന് ഞാൻ വിളിച്ചു പറയുമെന്നൊക്കെ പറയാനുള്ള ശേഷി ആർജിക്കാനുള്ള ഒരവസ്ഥ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരമൊരു പൊതുബോധത്തെയൊക്കെ കൈയടിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു വിർച്വൽ മീഡിയയെക്കുറിച്ചും സോഷ്യൽ മീഡിയയെക്കുറിച്ചും ഒക്കെയുള്ള മിനിമം മീറ്റൂവിനെ കുറിച്ചെങ്കിലും നാം ഇരുന്ന് സംസാരിക്കേണ്ടതുണ്ട്. തുറന്നു പറയാൻ ശേഷിയുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുത്തത്, കയ്യേറ്റമാണ് എന്ന് തിരിച്ചറിയാൻ ശേഷിയുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുത്തതിലൊക്കെ, അത്തരം പൊതുബോധ നിർമ്മിതി നടന്നതിലൊക്കെ സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ട് എന്നാണ് തികച്ചും വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളെ എങ്ങനെ അഡ്രസ് ചെയ്യണം, ലൈംഗിക സ്വത്വങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യണം, നാം അല്ലാത്ത, നമുക്കിഷ്ടമില്ലാത്ത, നമുക്ക് ചേർന്ന് നിൽക്കാനൊക്കെ മടിയുണ്ടായിരുന്ന ചിലതിനെ, കമ്പാഷൻ എന്ന് പറയുമ്പോൾ അതൊക്കെ കൂടിയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗേ പൊളിറ്റിക്സിനെ നോക്കാൻ കഴിയുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഒരു ലെസ്ബിയൻ പൊളിറ്റിക്സിനെ നോക്കാൻ കഴിയുന്നു, നിങ്ങൾ ആഘോഷിക്കാത്ത ലൈംഗിക സ്വത്വങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ നോക്കാൻ കഴിയുന്നു എന്നതിലൊക്കെ കമ്പാഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ നിർമ്മിച്ചെടുത്തതിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഒരു പൊതുബോധം കൂടെ ഇവിടെയുണ്ട്. പക്ഷെ നാം അപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് എന്നെ കേട്ടിരിക്കുന്നവർക്ക് എന്നോട് വലിയ വിയോജിപ്പുണ്ടാവും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ ഏജ് ഗ്രൂപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ എന്നേക്കാൾ 20 വയസ്സോ 15 വയസ്സോ ഒക്കെ കുറഞ്ഞ ആളുകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഞാൻ അവരെക്കാൾ പ്രഞ്ചനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നേക്കാൾ രാഷ്ട്രീയ പ്രബുദ്ധത അവർക്കുണ്ട്, എന്നേക്കാൾ നിലപാട് അവർക്കുണ്ട്. അവരുയർത്തുന്ന സമരത്തെ, അവരുടെ രാഷ്ട്രീയ ജാഗ്രതയൊന്നും തൊടാൻ പറ്റാത്ത ഒരിടത്താണ് സത്യത്തിൽ ഞാൻ നിൽക്കുന്നത്. അവരോളം നവീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് ഞാനിപ്പോഴും പഴയ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് പന്ത് തട്ടുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ലോകത്ത് അവരെന്നാണ് എത്തിച്ചേരുക എന്നാണ്. എനിക്കൊരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ലോകം, ഒരു തലമുറ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ ലോകത്തെ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഹെയ്റ്റ് ക്യാമ്പയിനെ കുറിച്ചൊക്കെ പറയാനാവൂ. തികച്ചും വ്യക്തിപരമായ താല്പര്യങ്ങളെ, യുദ്ധത്തെ നാം അഡ്രസ് ചെയ്യുന്ന സമയത്ത് യുദ്ധത്തിലുള്ള കച്ചവടത്തെ നാം അഡ്രസ് ചെയ്യാറില്ല. അതിർത്തി പ്രശ്നങ്ങളെ നാം അഡ്രസ് ചെയ്യുന്ന സമയത്ത് അതിർത്തി പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ നാം അഡ്രസ് ചെയ്യാറില്ല. ഉക്രൈനിൽ യുദ്ധം നടക്കുന്ന സമയത്തും പലസ്തീനും ഇസ്രായേലും തമ്മിൽ പ്രശ്നം നടക്കുന്ന സമയത്തും പലസ്തീനും ഇസ്രായേലും തമ്മിൽ എക്കാലത്തും പ്രശ്നമിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നാം അഡ്രസ് ചെയ്യാറില്ല. പകരം നാം യുദ്ധം എന്നും, യുദ്ധം എന്തുകൊണ്ടാണ് അവസാനിക്കാത്തത് എന്നൊക്കെ ഇത് വളരെ പ്ലെയിനായാണ് നാം ചില വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നത് എന്നൊരു പരിമിതിയുണ്ട്. നമ്മുടെ അടുത്ത തലമുറ കുറെ കൂടെ രാഷ്ട്രീയ ജാഗ്രതയോടുകൂടെ അതിനെ നോക്കിക്കാണുന്നുണ്ട്. ഇതൊന്നും അല്ലാത്തൊരു ലോകമുണ്ടാവും എന്ന പ്രതീക്ഷയും തോന്നലും അവർക്കുണ്ട്. ആ പ്രതീക്ഷക്കൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ എന്നോട് നിങ്ങൾ പുതിയ തലമുറ ഇതിനെ തിരുത്തിക്കൊണ്ട്, ഇത്തരം സൈബർ ബുള്ളിങ്ങിനെയൊക്കെ തിരുത്തിക്കൊണ്ടൊരു പുതിയ തലമുറ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും സെന്റിമെന്റ്സ് ഇല്ലാതെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു തലമുറയിൽ പോലും ഞാൻ രാഷ്ട്രീയം കാണുന്നുണ്ട്. സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് മറ്റ് ചില ആനന്ദ
ഉപാധികളെ കുറിച്ച് ഇപ്പൊ സിനിമകൾ ഇറങ്ങുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കമാണ്. സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാമോ, സിനിമയെ ഓഡിറ്റ് ചെയ്യാമോ, അതിനു പിന്നിൽ എത്ര പേരുടെ വിയർപ്പുണ്ട്, നിങ്ങളൊരു വീഡിയോ ഇട്ടൊക്കെ ഒരു ദിവസം കൊണ്ട് അത് തകർത്ത് കളയാമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെട്ട് നവീകരിക്കപ്പെട്ട സിനിമകളുണ്ട് എന്ന് നമ്മൾ ഈ സമൂഹത്തെ ഇങ്ങനെ ദുരന്ത സമൂഹമാക്കി മാറ്റുന്നതിൽ പങ്കുള്ള പലതിൽ ഒന്ന് സിനിമ കൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ ക്ലാസ് മുറിയെ കുറിച്ച് പറയുന്ന പോലെ ഇവിടെ നിർമ്മിക്കപ്പെട്ട പൊതുബോധത്തിൽ ഇവിടുത്തെ സിനിമകൾക്ക് പങ്കുണ്ട്, ഇവിടെ എഴുതപ്പെട്ട പുസ്തകങ്ങൾക്ക് പങ്കുണ്ട്. നാം ഡിസ്കസ് ചെയ്യേണ്ട പലതിനെയും ഡിസ്കസ് ചെയ്യാതെ നമ്മുടെ നോട്ടത്തെ മറ്റൊരിടത്തേക്ക് കൃത്യമായി പ്രതിഷ്ഠിച്ചു വെച്ച് ഇവിടെ നാം ചർച്ച ചെയ്യേണ്ടുന്ന വരേണ്യതയെ, സവർണതയെ, ജാതിയെ, ജാതി വെറിയെ എല്ലാത്തിനെയും നിർമ്മിച്ചതിൽ ഇവിടുത്തെ സിനിമകൾക്കും ലിറ്ററേച്ചറിനും ഒക്കെ പങ്കുണ്ട്. നാം ആഘോഷിച്ച പലതിനും പങ്കുണ്ട്. ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നാം ഇപ്പോഴുള്ളത്. ട്രാൻസ്ജെൻഡറുകളെ കളിയാക്കാമോ എന്ന് ഒരു സിനിമ വരുമ്പോൾ ചോദ്യം ഉയരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു ചിത്രം കാണുമ്പോൾ ഒരു വേദിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന വേദിയിൽ, ഉദാഹരണത്തിന് ഞങ്ങൾ 4 പേർ നിരന്നിരിക്കുന്ന ഒരു വേദിയുടെ ചിത്രം ക്യൂരിയസ് പുറത്തേക്ക് വിടുമ്പോൾ നാളെ ഒരാൾ ഈ 4 പേരിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ കാണാത്തത് എന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്ന ഒരു കാലത്തിന് കയ്യടിയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ആ കാലത്തിലേക്ക് നാം വളരുന്നു എന്നതിനെയാണ് രാഷ്ട്രീയമായ നവീകരണം എന്ന് ഞാൻ പറയുകയുള്ളൂ. അത് പുതിയ തലമുറ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ വിർച്വൽ മീഡിയക്ക് പങ്കുണ്ട്. താങ്ക് യു ലിജീഷ്.